കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൻ്റെ പ്രധാനപ്പെട്ട മെയിൻ സ്ഥലം എന്ന് ഉദ്ദേശിച്ചത് ഒന്ന് റെയിൽവേ സ്റ്റേഷനും ഒന്ന് ഇവിടുത്തെ KSRTC ബസ് സ്റ്റാൻഡുമാണ്. ആ ബസ് സ്റ്റാൻഡിൻ്റെ ബിൽഡിങ്ങിൻ്റെ അവസ്ഥ ഒന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇതിൻ്റെ സീലിംഗ് മാത്രം നോക്കിയാൽ മതി. അത് ഒരു വശം മാത്രമല്ല, കംപ്ലീറ്റ് സീലിംഗ് അവസ്ഥ ഇതാണ്. വിള്ളൽ വന്നിട്ട് എപ്പോൾ വേണമെങ്കിലും തകർന്ന് വീഴാവുന്ന സീലിംഗാണ്. ഒരു അറ്റം തൊട്ട് അറ്റം വരെ നോക്കുക. ഈ സീലിംഗ് ബന്ധപ്പെട്ട തൂണുകളാണത്. ചില തൂണുകൾ ദ്രവിച്ച് നിൽക്കുന്ന അവസ്ഥയിലും കാണിച്ചു തരാം. അതിനുള്ളൊരു ഉദാഹരണമാണ് ഈ തൂണ്. ഇതിൻ്റെ ദ്രവിച്ചിട്ട് വെള്ളം വരെ ലീക്ക് ചെയ്ത് തുടങ്ങി. സീലിങ്ങിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ തൂണ് ഉറപ്പായിട്ടും വീഴുന്നതായിരിക്കും. സീലിങ്ങും എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴുന്നതായിരിക്കും. ഇതാണ് എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ എപ്പോഴും തിരക്ക് കാണുന്ന റെയിൽവേ സ്റ്റേഷൻ പോലെ ഏത് സമയവും തിരക്കുള്ള ഒരു ഭാഗമാണ് ഈ KSRTC തൃശ്ശൂരിൻ്റെ ബസ് സ്റ്റാൻഡ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഈ ബിൽഡിങ് എത്രയും പെട്ടെന്ന് ഇതിന് പുതുക്കി പണിതില്ലെങ്കിൽ, ഇപ്പം അടുത്ത് തന്നെ ഞാൻ ഇവിടെ ഒരാൾ പറഞ്ഞു 2-3 ദിവസം മുമ്പ് ഒരു കുട്ടിയുടെ തലയിൽ ഇതിൻ്റെ ഒരു പീസ് വന്ന് വീണിട്ട് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊന്നും കാണാതെ പോകരുത്. നമ്മൾ കാണിച്ചിട്ടും നാളെ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിച്ചതിന് ശേഷം പിന്നീട് പറയരുത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത്. അത് കാണിച്ചു തരാൻ വേണ്ടി എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. എത്രയും പെട്ടെന്ന് ഈ ബിൽഡിങ്ങിൻ്റെ റിപ്പയറിംഗ് അല്ല, ഇവിടെ നല്ലൊരു ബിൽഡിങ് തന്നെ, നല്ലൊരു സീലിംഗ് റിപ്പയർ ചെയ്തിട്ട് ഈ പ്ലാസ്റ്റർ ഒട്ടിക്കുന്ന പോലെ ചെയ്യരുത്. നല്ലൊരു ബിൽഡിങ് തന്നെ ഇവിടെ പണിയാനുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തുടങ്ങട്ടെ എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ശ്രീ ഗണേഷ് കുമാറിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിരിക്കുന്നു.